ഇന്ന് കോഴിമുട്ട കൊണ്ടൊരു സ്നാക്സ് ആയാലോ? കുട്ടിക്കുപ്പായമിട്ട കോഴിമുട്ട. അടിപൊളി പേരാണല്ലോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ട് ഞാനിവിടെ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ചെറിയ 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 മതി. പിന്നെ 1/4 കപ്പ് അളവിൽ പൊട്ടുകടല അതൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് അളവിൽ തേങ്ങ ചെരുവി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ തന്നെ പുതിനയുടെ ഇലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അതിന് 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് തേങ്ങ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. 1 പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിന് മുന്നേ തന്നെ നമ്മൾ മല്ലിച്ചപ്പ് പുതിനയിലും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു എരിവ് നല്ല കൃത്യമായിട്ടുള്ള ഒരു അളവാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം. പക്ഷേ നോമ്പ് തുറക്കുന്ന സമയത്തൊന്നും കൂടുതൽ എരിവ് കൂട്ടാതെ ഇരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഈ ഒരു അളവ് ഇതിന് കൃത്യമാണ്. ഇപ്പം ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിലാണ് ഉപ്പിട്ടിട്ടുള്ളത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പൊട്ടുകടല കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കൂട്ടാണ് നമ്മൾ കോഴിമുട്ടയ്ക്ക് ഡ്രസ്സായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഒരു കോഴിമുട്ട 4 പീസ് വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു കുപ്പായം ഇട്ട് കൊടുക്കുക. അടിപൊളിയായിട്ട് തന്നെ നല്ല രീതിയിൽ കോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തൊന്നും കോട്ട് ചെയ്യേണ്ട, മുകൾ ഭാഗം മാത്രമാണ് കോഴിമുട്ടയുടെ ഇതുപോലെ കോട്ട് ചെയ്യേണ്ടതുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതാ മുഴുവനായിട്ട് ഇവിടെ ഇതുപോലെ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കാണിച്ചു തരാം. ഇപ്പം ഞാനിതാ മുഴുവനായിട്ടും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുപ്പായം ഒന്നും കൂടി അടിപൊളിയാക്കിയാലോ. അതിനായിട്ട് ഇതാ 4 കിഴങ്ങ് എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 എടുത്താൽ മതിയാകും. അതിനുശേഷം 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് വരാം. ഇവിടുത്തെ നന്നായിട്ട് കിഴങ്ങ് ഉടച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം. അപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിലും ബാക്കിലും കോഴിമുട്ട മൊത്തമായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് കോഴിമുട്ട മൊത്തമായിട്ട് കുഞ്ഞുടുപ്പ് ധരിച്ചിട്ടുണ്ടല്ലോ. ഇനി ഇതിന് ഒന്നും കൂടി അലങ്കാരപ്പണിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി ആഗ്രഹിക്കുകയാണെങ്കിൽ സമയമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള രീതിയിൽ റെസിപ്പിയൊക്കെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇത് മുഴുവനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോഴിമുട്ട ഒന്നും കൂടി ഒന്ന് അലങ്കരിച്ചാലോ. അതിനായിട്ട് 2 കോഴിമുട്ട ഒന്ന് ഉടച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ കോഴിമുട്ട മിക്സിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് കോട്ടിങ് കൊടുക്കുക. ഒട്ടും ഇല്ലാത്ത ഭാഗങ്ങളൊന്നും ഉണ്ടാവരുത്. നന്നായിട്ട് തന്നെ കോട്ടിങ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാനിവിടെ കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടാക്കാൻ വെക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഫ്ലെയിം ഒരു മീഡിയത്തിലിട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആദ്യം ഹൈ ഫ്ലെയിമിലിടുക. അതിനുശേഷം ഒന്ന് മീഡിയത്തിലിട്ടതിന് ശേഷം മാത്രം ഇങ്ങനത്തെ കോട്ടിങ്ങുള്ള പലഹാരങ്ങൾ എണ്ണയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു ഭാഗം നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി അപ്പുറം കൂടി നമുക്കൊന്ന് കുക്കാക്കി എടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഇട്ട സമയം തന്നെ ഇളക്കി കൊടുക്കരുത്. അപ്പോൾ അത് പൊട്ടിപ്പോകും. ആദ്യം നന്നായിട്ട് ഒരു ഭാഗം ബ്രൗൺ കളർ ആയതിനു ശേഷം മാത്രം മറ്റ് സൈഡും കൂടി നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആക്കി എടുക്കാം. ഇതാ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി സ്നാക്സ് റെഡി ആയില്ലേ? എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ അടിപൊളി കുട്ടിക്കുപ്പായമിട്ട കോഴിമുട്ട റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും വേണം.